അക്ഷരങ്ങളാൽ പുനർജനിക്കണം, വാക്കുകളായി ഒത്തുചേരണം, വരികളാൽ ചുംബിക്കണം, ഓരോ താളിലും വിസ്മയം നിറയ്ക്കണം. ഒരൊറ്റ പുസ്തകമായി നന്മകൾ ചൊരിയണം. അതെ, ലോകത്തിന് നന്മകൾ ചൊരിയാനും കാണാത്ത ലോകങ്ങൾ കാണിക്കാനും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കാനും കഴിയുന്ന പുസ്തകങ്ങൾക്കായി ഒരു ദിനം. അലമാരയിൽ നിന്നെടുത്ത് ഓരോ താളും മറിച്ച് പുസ്തകങ്ങളെ അറിയാൻ ശ്രമിക്കുന്നവർ ഇന്ന് വളരെ വിരളമാണ്. ഓൺലൈൻ വായന തരംഗമായിരിക്കുന്ന ഇക്കാലഘട്ടത്തിലും പുസ്തകം വായനയുടെ സുഖം വിട്ടുകളയാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്കും പുസ്തകങ്ങളുടെ ഇടയിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. ഇത് ടാഗോർ ലൈബ്രറി. 1944 നവംബർ 6 തുറന്ന ഈ ലൈബ്രറി കൊച്ചിയിലെ ഏറ്റവും പഴയ ലൈബ്രറികളിൽ ഒന്നാണ്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, കൊങ്ങിണി ഭാഷകളിലായി ഏകദേശം 24,000 പുസ്തകങ്ങളാണ് ഇവിടെ വായനക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 23 പുസ്തക ദിനമായി ആചരിച്ചത്. കൊച്ചു പിള്ളേരാണ് കൂടുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അവർക്ക് മലയാളത്തിനോട് അത്രയും താല്പര്യമില്ല. ഇംഗ്ലീഷ് വായിക്കാനുണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇവിടെ. പിള്ളേരുടെ ബാലവേദി തന്നെ 2000 മൊത്തത്തിലൊരു 25,000 പുസ്തകങ്ങളുണ്ട്. വിശ്വസാഹിത്യ നായകൻ വില്യം ഷേക്സ്പിയർ, സ്പെയിൻ വിഖ്യാത എഴുത്തുകാരൻ മിഗ്വാൽ ഡി സെർവാന്റ്, ഇൻക ഗാർസിലോസ ഡി ലാവേഗ തുടങ്ങിയവരുടെ മരണതീയതിയും ഷേക്സ്പിയറുടെ ജന്മതീയതിയുമാണ് ഏപ്രിൽ 23. അതുകൊണ്ടാണ് ഈ ദിവസം പുസ്തക ദിനമായി ആചരിക്കുന്നതെന്നാണ് വിശ്വാസം. ഈ പുസ്തക ദിനത്തിലെ ഈ വർഷത്തെ സ്ലോഗൻ നിങ്ങളുടെ വഴി വായിക്കുക എന്നുള്ളതാണ്. റീഡ് യുവർ ഓൺ വേ. ഇത് വളരെ പ്രസക്തമായ ഒരു ആശയമാണ്. വായന എന്ന് എല്ലാ വിഭാഗം ആളുകളും തന്നെ വളരെ ഗൗരവമായി ഏറ്റെടുക്കുന്നുണ്ട്. നമ്മൾ വായന മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഓരോ ദിവസവും തന്നെ പുതിയ പുതിയ അംഗത്വം ഒരുപാട് പുതിയതായി വരുന്നുണ്ട്. അതിനർത്ഥം ആളുകൾ വായിക്കാൻ തയ്യാറായി വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വായനയെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. വായന നിങ്ങളുടെ വഴിയെ എന്നുള്ള ആശയം നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തികളുടെയും വായനയോടുള്ള അവരുടെ ഗൗരവമായ സമീപനത്തിന് വ്യത്യാസമുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് വായനയെ കാണുന്നത്. അവരവരെ ഏത് രീതിയിലാണ് ഏതാണോ ഇഷ്ടപ്പെടുന്നത്, അവരുടെ മേഖല ഏതാണോ ആ മേഖലയിലേക്ക് വായനയെ വളർത്തുക എന്നതാണ് ഈ ആശയത്തിൻ്റെ പ്രധാന ഉദ്ദേശം. നമുക്കിവിടെ ഏകദേശം 24,000-ഓളം പുസ്തകങ്ങളുണ്ട്. പുസ്തക വിതരണം കൂടാതെ ഇവിടെ ബാലവേദിയുണ്ട്, വനിതാവേദിയുണ്ട്, എൽഡേഴ്സ് ഫോറം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാഗോർ ടാക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ പ്രദർശനം നടത്തുന്ന ഒരു പരിപാടിയുണ്ട്, സാഹിത്യവേദിയുണ്ട്. എല്ലാ മാസങ്ങളിലും ഈ ഓരോ പരിപാടികൾ ഈ ഓരോ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നു. എല്ലാ മാസവും 2ാമത്തെ വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് സാഹിത്യ സംബന്ധമായ ചർച്ചകൾ നടത്താറുണ്ട്, പുസ്തക ചർച്ചകൾ നടത്താറുണ്ട്. എല്ലാ മാസവും 4ാമത്തെ തിങ്കളാഴ്ച ടാഗോർ ടാക്കീസിന്റെ പേരിൽ ഒരു സിനിമ നടത്താറുണ്ട്. വനിതാവേദിയുടെ പരിപാടികൾ എല്ലാ മാസവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധിയായ പരിപാടികൾ പുസ്തക വിതരണത്തിന് പുറമെ ലൈബ്രറിയിൽ നടത്താറുണ്ട്. അങ്ങനെ ഒരു സമഗ്രമായ വീക്ഷണത്തോടുകൂടിയാണ് ടാഗോർ ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നത്. കുട്ടിക്കാലം മുതലേ വായന ഒരു ശീലമാണ്. അന്നു മുതലേ ടാഗോർ ലൈബ്രറിയിൽ അംഗമായി വരികയും അതിനകത്തുള്ള ഓരോ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവുകയും വായന നന്നായി വളർത്തുകയും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മീഡിയ വന്നാലും TV വന്നാലും എല്ലാത്തിലും വായിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, അറിവ്, അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങൾ നൽകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. വായനയിലൂടെ മാത്രമേ നമുക്ക് അക്ഷരങ്ങളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ പഠിക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും മെമ്മറിയിൽ വെക്കുവാനും പിന്നീട് അത് അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാനും കഴിയുള്ളൂ എന്ന് തീർത്തും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓർക്കുന്നു, ഇപ്പോഴും ഔദ്യോഗികമായി പല സ്ഥലങ്ങളിലും താമസിക്കുമ്പോഴൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ പുസ്തകങ്ങൾ ഒരു വലിയ അനുഗ്രഹമാണ്. പല പ്രമുഖരുടെ പുസ്തകങ്ങളും ഒക്കെ വായിച്ചു തീർത്തത് ട്രെയിനിലുള്ള എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ അടുത്ത് ആടുജീവിതത്തിൻ്റെ സിനിമ ഇറങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച നടന്നു. അപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു, 2009 മറ്റുമാണെന്ന് തോന്നുന്നു, തിരുവനന്തപുരം പോകുന്ന യാത്രാവേളയിലാണ് ഒറ്റയിരിപ്പിന് ആടുജീവിതം വായിച്ചു തീർത്തത്. അതുപോലെ പ്രമുഖമായ പണ്ട് എനിക്ക് തോന്നുന്നു 84 കാലഘട്ടങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നു
പേളസ് ബക്കിൻ്റെ ഗുഡ് എർത്ത് എന്ന നോവൽ, ഇംഗ്ലീഷ് നോവൽ, ഞാൻ തിരുവല്ലയിൽ അന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് അത് ട്രെയിനിൽ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ട്രെയിനിൻ്റെ ലഗേജ് വെക്കുന്ന ഭാഗത്ത് കയറിയിരുന്നിട്ടെങ്കിലും അത് വായിച്ച് തീർക്കുക, വായിച്ച് ആസ്വദിക്കുക എന്നുള്ളൊരു ശീലമാണ് നമുക്കുണ്ടായത്. ഇവിടെ ലൈബ്രറിയിൽ വായനാശീലം വളർത്തുവാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വായനക്കാരുടെ ഒരു കൂട്ടം തന്നെ എല്ലാ മാസവും ഒത്തുചേർന്ന് നമ്മൾ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും ഓരോ സാഹിത്യകാരനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അവരുടെ പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, പുസ്തകങ്ങളെക്കുറിച്ചുള്ള അവലോകനം തയ്യാറാക്കുന്നു. അതുകൂടാതെ ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പോലും നമ്മൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റുള്ള അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വായന ഒരിക്കലും തളരില്ല, വളരുകയേ ഉള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ ലോകം മുഴുവനുള്ള ജനത വലിയൊരു ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയതാണ്. നമുക്കറിയാം, എല്ലാം അടച്ചിട്ട് വീടുകളിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ലൈബ്രറിയും അതുപോലെ തന്നെ നമുക്ക് മുഴുവൻ സമയം തുറക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എല്ലാ എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെയാവുകയും ആളുകൾ തമ്മിലുള്ള ബന്ധം പോലും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സമയത്ത്, വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ നമ്മൾ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമയത്ത് നമുക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങളെ. ഇത് മനസ്സിലാക്കിയിട്ട് ലൈബ്രറി പ്രസ്ഥാനം പൊതുവിൽ വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അത്തരമൊരു പദ്ധതി ആ സമയത്ത് എത്തിച്ചു. ടാഗോർ ലൈബ്രറി ഈ പരിസരത്തുള്ള വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഒക്കെ പുരുഷന്മാർക്കും ഒക്കെ തന്നെ വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ബന്ധപ്പെട്ട് ആവശ്യമുള്ള പുസ്തകങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം അത്തരം പുസ്തകങ്ങൾ ബാഗുകളിലാക്കി ഞങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുമായിരുന്നു. ഇത് ആഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിൽ ഇങ്ങനെ വിതരണം ചെയ്തു. അങ്ങനെ ചെയ്യുന്നത് വഴി ഈ ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ കയ്യിൽ കിട്ടുക. നമുക്കറിയാം, നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് പോലെയല്ല വായിക്കുന്നത്. വായിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്ത ലോകത്തേക്ക് കടക്കുക, അങ്ങനെ പുതിയ ആശയങ്ങളിലേക്ക് കടക്കുക. അങ്ങനെ നമ്മൾ പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കാനായിട്ട് ഒരു വാതായനമായി നമ്മൾ ഈ ലൈബ്രറി പുസ്തകങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒട്ടേറെ മെമ്പർമാരിങ്ങനെ വീടുകളിലിരുന്ന് പുസ്തകം വായിക്കുന്നവരുണ്ട്. അത് നമ്മളിവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരും അല്ലാത്തവരുമായ ആളുകളുടെ വീടുകളിൽ നമ്മൾ പുസ്തകം എത്തിക്കുകയാണ്. ഇതുവഴി നമുക്ക് ലൈബ്രറിക്ക് ഈ പരിസരത്തുള്ള കുറേ അധികം ആളുകളുമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാക്കുവാനും, അങ്ങനെ ആ കാലഘട്ടത്തിന് ശേഷം, കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷവും ഈ ആളുകൾ ലൈബ്രറിയിലേക്ക് വന്ന് പുസ്തകങ്ങൾ എടുക്കുന്ന ഒരു രീതി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒട്ടേറെ മെമ്പർഷിപ്പ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കാലം ശരിക്കും ജനങ്ങൾക്ക് ഒരു ആശ്രയമായിരുന്നത് പുസ്തകങ്ങളായിരുന്നു. അങ്ങനെ കുറേയധികം പുസ്തകങ്ങൾ ഇത്തരം ആളുകൾക്ക് വിതരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ കടമെടുത്താൽ വായിച്ചു വളർന്നാൽ വിളയും. സർവ്വവിജ്ഞാനകോശമായ പുസ്തകം ഒരു വിനോദദായകവുമാണ്. വരൂ, നമുക്ക് വായിച്ചു മുന്നേറാം. നല്ല നാടിനായി, നാടിന്റെ നല്ല ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് വായിക്കാം. വളരാം വായനയിലൂടെ.